ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ്സ്. നമ്മുടെ എസ്റ്റിമേഷനിൽ വരുന്ന ചേഞ്ചസ്. നമ്മൾ ഓൾറെഡി ഡിപ്രീസിയേഷൻ എന്താണെന്ന് നോക്കി. അതായത് നമ്മുടെ നോൺ കറണ്ട് അസറ്റിൽ വരുന്ന ഡിക്രീസ് അല്ലേ, അതിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു. സോ ഈ ഡിപ്രീസിയേഷൻ റിലേറ്റഡ് ആണ് ഈ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ചേഞ്ച് ആവുക എപ്പോഴൊക്കെയാണ് ഈ ചേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂസ്ഫുൾ ലൈഫ് ചേഞ്ച് ആവുന്ന സമയത്ത്. അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ്. എന്താണ് യൂസ്ഫുൾ ലൈഫ്? നമ്മൾ അസറ്റ് യൂസ് ചെയ്യുന്ന ഇയർ. ഓക്കെ, നമ്മൾ എത്ര നാൾ ആ അസറ്റ് യൂസ് ചെയ്യും, അതാണ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് 5 ഇയർ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നീട് നമ്മൾ ഒന്നുകൂടെ നോക്കിയപ്പോഴത്തേനും ഇതിന് 5 വർഷമല്ലേ, അത് കുറച്ച് നാളുകൂടെ യൂസ് ചെയ്യാൻ പറ്റും. 5 ഇയർ ആയി എന്ന് വിചാരിക്കാം. സോ എന്താണ് നമ്മുടെ എസ്റ്റിമേറ്റ്, നമ്മൾ പ്ലാൻ ചെയ്തത് എന്ത് ചെയ്തു, മാറി. ഓക്കെ, വെൻ യൂസ്ഫുൾ ലൈഫ് ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് ഒക്കേഴ്സ്. ആൻഡ് രണ്ടാമത്തത് സ്ക്രാപ്പ് വാല്യൂ ചേഞ്ച്. എന്താണ് സ്ക്രാപ്പ് വാല്യൂ? അതായത് നമ്മുടെ ഈ നോൺ കറണ്ട് അസറ്റ് നമ്മൾ ഈ 8 വർഷം കഴിഞ്ഞ് വിൽക്കുമല്ലോ. 8 ഓർ 5 വർഷമാണ് യൂസ്ഫുൾ ലൈഫ്. 5 വർഷം കഴിഞ്ഞ് നമ്മൾ വിൽക്കും. ഓക്കെ, ഈ വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വില, അല്ലെങ്കിൽ നമുക്ക് എത്ര രൂപ ക്യാഷ് കിട്ടും, അതാണ് നമ്മൾ ഈ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ആക്രി വില എന്നൊക്കെ പറയാം. ഓക്കെ, സോ സ്ക്രാപ്പ് വാല്യൂ ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിലും ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് നടക്കാം. അതുപോലെ തന്നെ നമ്മുടെ നോൺ കറണ്ട് അസറ്റിൻ്റെ യൂസേജ്, നമ്മളിത് യൂസ് ചെയ്യുന്ന പാറ്റേൺ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് നടക്കാറുണ്ട്. സോ ഈ ചേഞ്ചസ് ഇൻ എസ്റ്റിമേറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിരുന്ന ഈ ഡിപ്രീസിയേഷൻ ഇവിടെ വരെ, ഇവിടെ ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് നടന്നു. ഇത് നടക്കുന്നതിന് മുന്നേ വരെയുള്ള ടൈമിൽ ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചേഞ്ച് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ല. ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് എപ്പോഴാണോ നടക്കുന്നത് അത് മുതലുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ചേഞ്ച് ഈസ് അപ്ലൈഡ് പ്രോസ്പെക്റ്റീവ്ലി. അതായത് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ പീരീഡ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ ഇനി പുതിയ ഡിപ്രീസിയേഷൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പുതിയ ഡിപ്രീസിയേഷൻ ആയിരിക്കും അല്ലേ. സോ ന്യൂ ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ന്യൂ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു ഈ ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് നടന്നില്ലേ ഈ ഡേറ്റ്, അന്നുള്ള ക്യാരിയിങ് വാല്യൂ. ക്യാരിയിങ് വാല്യൂ അറ്റ് ദ ഡേറ്റ് ഓഫ് ചേഞ്ച് ഡിവൈഡഡ് ബൈ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ്. ഇനി ബാക്കിയുള്ള യൂസ്ഫുൾ ലൈഫ് വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മളുടെ ഒരു മെഷീനറി ഉണ്ട്. ആ മെഷീനറിയുടെ കോസ്റ്റും സ്ക്രാപ്പ് വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്. സോ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. ഓക്കെ, നമ്മുടെ കയ്യിൽ കോസ്റ്റ് തന്നിട്ടുണ്ട് 1 lakh. സ്ക്രാപ്പ് വാല്യൂ 0 എന്ന് പറയുന്നുണ്ട്. 0 എന്ന് പറയുന്നുണ്ട്. യൂസ്ഫുൾ ലൈഫ് 10 അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡിപ്രീസിയേഷൻ $10,000 അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ വരുന്നത്. ആഫ്റ്റർ 4 years, 4 വർഷം കഴിഞ്ഞ് നമ്മൾ നോക്കി. 4 വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് ഇനി 5 വർഷമാണെന്ന് മനസ്സിലായി. ഓക്കെ, നമ്മളിപ്പോൾ 4ാം വർഷമാണ്. ടോട്ടലി 10 വർഷമുണ്ട്. ഇനി ആക്ച്വലി റിമൈനിങ് ലൈഫ് എത്ര ഉണ്ടായിരുന്നു, 6 year ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ പറയുന്നത് ഇനി എത്ര വർഷമേ ഉള്ളൂ, 5 വർഷമേ ഉള്ളൂ എന്ന് പറയുന്നു. സോ അതുവരെയുള്ള ക്യാരിയിങ് വാല്യൂ ഫസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്യാരിയിങ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റിൽ നിന്ന് അക്യൂമുലേറ്റഡ്, അതായത് അതുവരെയുള്ള ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതിയാവും. സോ 4 വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ അവിടെ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4,000 ആണ് ഡിപ്രീസിയേഷൻ എന്ന് കിട്ടും. കോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. സോ
1 lakh കോസ്റ്റിൽ നിന്ന് 40,000 ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോഴത്തേനും 60,000 എന്ന് കിട്ടും. സോ ക്യാരിയിങ് വാല്യൂ, ഈ അസറ്റിന് ഇപ്പം എത്ര രൂപ വാല്യൂ ഉണ്ട്? 60,000 റുപ്പീസ് വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ന്യൂ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാം. ഇനി എത്ര വർഷമാണ് ബാലൻസ്? റിമൈനിങ് ലൈഫ്, ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റിൽ റിമൈനിങ് ലൈഫ് 5 ആണ്. 5 വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഡിപ്രീസിയേഷൻ 12,000 ആയി പെർ ഇയർ. ഓക്കെ, സോ ഇതാണ് ചേഞ്ച് ഇൻ എസ്റ്റിമേറ്റ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്.